ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്താണെന്ന് കണ്ടാലോ. ഞാൻ ജോലിയും കഴിഞ്ഞ് ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. രാത്രിയായി, ഒരു 8 മണിയൊക്കെ ആയി. ഞാൻ രാവിലെ പോയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് അരിയും ഉഴുന്നും വെള്ളത്തിൽ കുതിരാൻ വച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർത്ത് വന്ന ഉടനെ ഞാൻ ഇപ്പോൾ അത് അരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അരച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പുറമെ നടക്കുന്നുണ്ട്, എൻ്റെ കണ്ണൂസ് പുറകെ നടക്കുക. അപ്പോൾ അവൻ കുടിച്ചിട്ട് എനിക്ക് കുറച്ച് ചായ തന്നായിരുന്നു. അപ്പോൾ അതിനെയും കുടിച്ച് ഞാനിത് അരി അരച്ചുകൊണ്ടിരിക്കുക. ജോലി ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു മെൻസ് വെയർ ഷോപ്പിലാണ്. അപ്പോൾ അവിടെ രാവിലെ പോകും. ഞാൻ രാവിലെ പോയിട്ട് വൈകിട്ടാണ് വരുന്നത്. ഇടയ്ക്ക് ഉച്ചയ്ക്കൊക്കെ എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും ഞാൻ. പിന്നെ വീടിനടുത്തായതുകൊണ്ടാണ് പോകുന്നത്. പിന്നെ അരിയൊക്കെ അരച്ചു കേട്ടോ, അരി അരച്ചതും അതിനെയൊക്കെ വൃത്തിയാക്കി ഞാൻ വച്ചിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴത്തേക്ക് ഇന്ന് അപ്പോഴത്തേക്ക് അപ്പുറത്ത് വീട്ടിൽ നിന്ന് അമ്മ ഒരു വാഴക്കൂമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തെ ഒരാളടുത്ത് വന്നിരിക്കുക. അപ്പോൾ അതെന്തോ അവൻ പറയും, അമ്മ ഞാൻ പൊളിക്കാമെന്ന്. അവസാനം ഇത് പൊളിച്ച് അവസാനം ഇതിലൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം ഞാൻ പൊളിച്ചെടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇതും കൂടി ഇനി പൊളിച്ചാലോ എന്ന്. പിന്നെ അതിനെ ഞങ്ങൾ കൊത്തി അരിഞ്ഞ് നാളത്തേക്ക് ഞാൻ തോരത്തിനായിട്ട് അരിഞ്ഞ് വയ്ക്കുക കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് അതിൽ കുറച്ച് ജോലി ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ അങ്ങ് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അരിഞ്ഞ് ഞാൻ കഴുകി ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങ് വെച്ചു. അപ്പോൾ എനിക്ക് രാവിലെ ആദ്യം കുറച്ച് ജോലി ചെയ്താൽ മതി. രാവിലെ എഴുന്നേൽക്കും, മോക്കും സ്കൂളിൽ പോകണം, മോനും പോകണം. അപ്പോൾ അവർക്കെല്ലാം ചോറ് കൊടുത്തേക്കേണ്ടി വരും, പിന്നെ ഹസ്ബൻഡിനും കൊടുത്തേക്കേണ്ടി വരും. അപ്പോൾ രാവിലെ ഇതിനൊന്നും എനിക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ രാത്രിയായി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചായ ഇടാമെന്ന്. അപ്പോൾ ആർക്കും രാത്രിയിലത്തേക്ക് ഫുഡൊന്നും വേണ്ട. ഹസ്ബൻഡ് ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ അത് മതി, കുറച്ച് കോഫി ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോഫിക്കായിട്ട് പാലടുപ്പി വെച്ച് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പാത്രങ്ങൾ അധികം കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. അല്ലെങ്കിൽ ഇതിങ്ങനെ കൂടി കിടന്നാലേ എനിക്കൊരു സമാധാനം കാണത്തില്ല. പിന്നെ അവസാനം ഇതെല്ലാം കഴുകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മടുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന്. പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടുവന്നപ്പോഴും ആളവിടെ നല്ല ബഹളമാണ് കേട്ടോ. അച്ഛൻ കൊണ്ടുവന്ന സ്നാക്സ് താന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുക. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കോഫിയും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് സ്നാക്സ് കാണത്തില്ല. അങ്ങനെ ഞാൻ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കും. അങ്ങനെ ആശാൻ കരയുന്നുണ്ട് നല്ലതായിട്ട്. അതാണ് ഞാൻ ഇങ്ങനെ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞ് നോക്കുന്നത് കൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഫി നന്നായിട്ട് തിളച്ചു. അത് തിളച്ചിട്ട് പിന്നെ അതിനെ ഓഫ് ചെയ്ത് അത് കപ്പിലോട്ട് ചേർത്തെടുത്ത് പിന്നെ അത് അരിച്ച് നന്നായിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അത് 4 ഗ്ലാസ് എടുത്തു. നമ്മൾ 4 പേരുണ്ട്, ഞാനും ഹസ്ബൻഡും 2 മക്കളും. 2 മക്കളായിട്ട് പകർന്നെടുത്തു. അവർക്കുള്ളതെല്ലാം അവർ കൊണ്ടുപോയി. പിന്നെ എനിക്കുള്ളത് ഞാൻ കുടിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ.